ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ശനിയാഴ്ച വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗാണ്. ഒരാൾ പ്രാന്തത്തിയുടെ പോലെ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. വേറൊരു കുട്ടി ബാക്കിൽ കൂടെ ഇപ്പോൾ വരുന്നുണ്ട്. ഹലോ പറയും. ഹലോ പറയും. അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളിന്ന് ഷോപ്പിങ്ങിന് പോവാണ്. നമുക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഷോപ്പിംഗ് നടത്താറ്. വെള്ളിയാഴ്ച ഷോപ്പിങ്ങിന് പോകാം, പക്ഷെ വെള്ളിയാഴ്ച എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കാലിയായിരിക്കും സൂപ്പർ മാർക്കറ്റ് പൊതുവേ. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ശനിയാഴ്ച പോകും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ പോകും. അപ്പോൾ ശനിയാഴ്ച നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. ഷോപ്പിങ്ങിന് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നടക്കാൻ പോകണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങൾ. ഒരുപാട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞ സ്വാഗതം എന്ന് പറയും. അപ്പോൾ ലിവിങ് റൂം വീണ്ടും പൂരപ്പറമ്പായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇത് വന്നിട്ട് വേണം ഒതുക്കാനായിട്ട്. ഞാനല്ല, അവരെ കൊണ്ട് തന്നെ ഞാൻ ഒതുക്കിപ്പിക്കും. എഴുന്നേറ്റോ, രണ്ടുപേരും എഴുന്നേറ്റോ. ഡ്രസ്സ് മാറാം. ഷോപ്പിങ്ങിന് പോണാ? ടാറ്റ പോണാ? ഇസാക്കിന് ടാറ്റ പോണാ? എന്നേ നേക്ക് വാ. ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തേ. ചേച്ചിക്ക് ഉമ്മ കൊടുക്ക്. അതാരേ സാക്കേ? ചേച്ചി സാക്കേ? അടിപൊളി. അവൾ ഈശോടെ പോലെ ചത്ത് കിടക്കുന്നത്. നമ്മൾ കടയിലേക്ക് പോവാണ് കേട്ടോ. ഇസാക്കുണ്ട് ഒരു പൂക്കി, ഒരു പിങ്കി പോങ്കി ഫ്രണ്ടിൽ പോകുന്നുണ്ട്, മൊത്തം പിങ്കായിട്ട്. അപ്പം നമ്മൾ ലിറ്റിൽ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങളങ്ങനെ കടയിൽ പോയി വന്ന് കഴിഞ്ഞു കേട്ടോ. ഇനി സാധനങ്ങൾ എടുത്ത് വെക്കാൻ ഇസാക്ക് കുട്ടിയാണ് നമ്മളെ സഹായിക്കുന്നത്. പഴം താഞ്ചു, താങ്ക് യു പറയുന്നതാണ് താഞ്ചു. തന്നോ താഞ്ചു. ഞാൻ അടുത്തത്. അപ്പം ഞങ്ങൾ ഇന്ന് കബാബാണ് വയ്ക്കാൻ പോകുന്നത്. കബാബ് ഇത് പോർക്കിൻ്റെ ആണ് കേട്ടോ. അപ്പം ഞാനല്ല വെക്കുന്നത്, മിസ്റ്റർ റോബിൻ സെബാസ്റ്റ്യൻ ആണ് വെക്കുന്നത്. ഇസാക്കേ താ, ഇസാക്ക് താ 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 താ. താങ്ക് യു. അയ്യോ താങ്ക് യു. അത് സാരില്ല, ഈ പൊട്ടിയതിനാട്ട് അയ്യോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇസാക്ക് കുറച്ച് പണിയെടുത്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത കാരണം ഇസാക്കിന് ജ്യൂസ് കൊടുത്തേക്കാട്ടോ. ഇഷ്ടായാ? രസണ്ടാ? ജ്യൂസ് പറഞ്ഞേ. അപ്പോൾ കബാബിലോട്ട് ആവശ്യമായിട്ടുള്ള ഉള്ളിയും സവോളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനല്ല. പിന്നെ ഇത് ഉപ്പിലിട്ട കുക്കുംബർ. പിന്നെ ഈ ഒരു ബ്രെഡിൽ വെച്ചിട്ടാണ് സാരില്ല, ഈ ഒരു ബ്രെഡിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കബാബ് കഴിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ സ്ട്രോബെറിയുടെ സീസണാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. റേറ്റ് കുറവിന്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് നല്ല കത്തി റേറ്റ് ആട്ടോ. ഇപ്പോൾ 2 യൂറോയ്ക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടതിൻ്റെ ഷേപ്പ്. കുരുമുളക്, ഉപ്പ്, ക്യുമിൻ, ചില്ലി ഫ്ലേക്സ്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായി കുഴയ്ക്കുക. നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി നമ്മുടെ ഇവിടെ ഇത്തിരി വലിയ ഉള്ളിയാണ്, അതും ഗാർലിക്കും അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പാപ്രോണിയാണ്, ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും. പാപ്രിക്ക, കുറച്ച് വലിയ ഒരു ക്യാപ്സിക്കം, പക്ഷെ ഇത് ടേസ്റ്റാണ് കേട്ടോ. മറ്റ് സാധാ ക്യാപ്സിക്കത്തിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്, പാപ്രിക്ക. അങ്ങനെ അതെല്ലാം അത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു വലിയൊരു ബൗളിലോട്ട് ഇട്ടിട്ട് നമ്മളതിങ്ങനെ നെക്കി കൊടുത്തിട്ട് അതൊരു ഷേപ്പിലാക്കിയെടുക്കും. എന്നിട്ട് അത് നമ്മൾ ഓവനിൽ വെച്ചിട്ട് വേവിച്ചെടുക്കും. അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിലുണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഞങ്ങൾ വേവിക്കാൻ വെക്കണേക്കാൾ മുൻപേ കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ കബാബിനുള്ള ഐറ്റംസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് സോസ് ഉണ്ടാക്കണം. മുട്ട പുഴുങ്ങിയിട്ട് അതിങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് നമ്മളൊരു മയണൈസ് ഉണ്ടാക്കണം, ഹെൽത്തി ആയിട്ടുള്ളൊരു മയണൈസ് അതുണ്ടാക്കണം.
പിന്നെ ഇവിടെ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുറത്തത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അത്ര വലിയ കാഴ്ച ഒന്നുമല്ല എങ്കിലും ഇവിടെ ചെറിയ സിറ്റി ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എപ്പോഴല്ല വീക്കെൻഡ് ആകുമ്പോൾ ഇപ്പം നല്ല വെയിലുള്ള നല്ല ദിവസങ്ങളാണ് എന്നുണ്ടെങ്കിൽ നല്ല വെതറുള്ള ദിവസങ്ങളിൽ ഇതേപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇവൻറ്റുകൾ നടക്കും. അപ്പോൾ അതിലത്തെ ഒരു ചെറിയൊരു ഇവൻറ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടത് ഇപ്പം ഞങ്ങൾ സിറ്റിയിലെ സെൻറ്ററിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ ജനലേൻ്റെ അടുത്ത് കൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇപ്പോൾ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കയ്യുമ്മയും പിന്നെ മുഖത്തൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേക്കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓരോ ഇതുകളിങ്ങനെ വരച്ച് കൊടുക്കില്ലേ, ഓരോ പാറ്റേൺസൊക്കെ അതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് ബുക്സ് അവരിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു ആഫ്രിക്കൻ ഒരു ടീം എന്തോ കഴിക്കാനുള്ള എന്തോ ഒരു ഐറ്റം ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടുതൽ തന്നെ അവരെന്തൊക്കെയോ അവിടെ വേറെ ചെയ്യുന്നുണ്ട്. നമ്മൾ കടയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് കണ്ടതാണ്. പക്ഷേ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ഇവൻറ്റുകളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ഇതെല്ലാം മെയിൻ സ്പോട്ട് ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു സ്ഥലം വരുന്നുണ്ട്, അവിടെയാണ്. പക്ഷെ ഇവിടെയും ഇങ്ങനെ ചെറുതായിട്ട് നടക്കാറുണ്ട്. ഭയങ്കര ഫണ്ണിയാണ്. അപ്പം ഞാൻ നമ്മുടെ കെബാബിൽ സ്പ്രെഡായിട്ട് വെക്കാനായിട്ടുള്ള ഇതുണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പുഴുങ്ങിയ മുട്ട 2 അയ്യോ കേട്ടോ, തൈര് സൂപ്പറായിട്ട്, തൈരല്ല യോഗേർട്ട്, ഒരു വെളുത്തുള്ളി, ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഉപ്പ്, പഞ്ചസാര, പിന്നെ തേൻ ആണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഒന്നെങ്കിൽ വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിക്കാം. അപ്പോൾ ഇതിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് ആക്കിയിട്ട് മയണീസ് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പം ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കബാബ്, ഇതാണ് കബാബ്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത് സാലഡ്, നമ്മുടെ ക്യാരറ്റും കുക്കുംബറും. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതല്ലേ നിങ്ങൾക്ക് കുഞ്ഞ് കുക്കുംബർ നമുക്ക് ഇവിടെ നിന്ന് ഉപ്പിലിട്ട പോലെ, ഉപ്പിലല്ല ശരിക്കും ഇട്ടിരിക്കുന്നത്, വേറെ കുറച്ചുകൂടി മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് വേണം. അപ്പം അതിലത്തെ കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് കൂടിയും ചേർത്തിട്ട് ഉള്ളൊരു തട്ടിക്കൂട്ട് സാലഡ്. പിന്നെ ഇവനിപ്പോ തന്നെ ബെൽച്ചൂരാൻ തുടങ്ങി കണ്ടാ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇത് മയണൈസ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മുട്ട പുഴുങ്ങിയിട്ടുള്ള മയണൈസ്. പിന്നെ ഇതാണ് ബ്രെഡ്. ഇത് നമ്മളിങ്ങനെ ഹാഫ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് കഴിക്കും. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. അപ്പൊ ഈ കുട്ടി ഇത് ഉള്ളിലേക്കാക്ക് കണ്ട. ബേസിക്കലി ഹീസ് വെരി അലമ്പൻ. ഇപ്പൊ അലമ്പത്തിൽ ഇങ്ങനെ കൂടി കൂടി വരാം. ഇവിടെ ഇരിക്കേ ഈ സാധനം ഞാൻ സാധനം തരാം. ഇവര് വേഗം ഫുഡ് ഇട്ട് പോകട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവനെ ഈ പ്ലേറ്റ് അല്ല തരാം. അപ്പിയാ എവിടെ ഇതിന്റെ ടവാട്ടാ. ഈ കസാരയിൽ ഇരുത്തി കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ കാണിച്ചിട്ട് അപ്പിന്ന് പറയും. അപ്പൊ ഞാൻ വേഗം അതിന് എടുക്കുമല്ലോ. അപ്പൊ സാലഡ് കുറച്ച് കൊടുക്കാം. കറക്റ്റൊന്നല്ല, അവന് ഏതാണ് വേണ്ടത് തോന്നുന്നു അറിയില്ല. അപ്പൊ ഈ ബ്രെഡ് നമ്മളിങ്ങനെ നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ കണ്ട സ്പേസ് ഉണ്ട്. ഇവരതെല്ലാം കണ്ട ഇതങ്ങനെ കഴിക്കുന്ന ഒരു ബ്രെഡാണ് കേട്ടാ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതിങ്ങനെ നിറയ്ക്കാം. അപ്പം നമുക്ക് ആദ്യം കുറച്ചിങ്ങനെ സ്പേസ് ഉണ്ടാക്കിയിട്ട് മയണൈസ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ല ഇവൾക്ക് ഉള്ള കീറ്റയിലുള്ള പോലെ തന്നെ ഇപ്പൊ വേണമെന്നാണ് പറയുന്നത്. കബാബ് എപ്പോഴും കീറ്റല്ല കഴിക്കുന്നത്. ഇനി സാലഡ്.
സ്ഥലമില്ല. എനിക്കിതിങ്ങനെ വെച്ച് വലിയ ശീലമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇതിന്റെ മുകളിൽ കുറച്ചും കൂടി നമുക്കൊന്ന് ഈ ഒരു മയോണൈസ് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കഴിക്കാം. ബ്രെഡ് മാത്രമേ സുഖം കിട്ടിയാണോ? ബ്രെഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ലതാ, അടിപൊളിയാണ്. ഞങ്ങളത് കഴിക്കട്ടെ. ഇന്നത്തെ ഫുഡിൻ്റെയൊക്കെ കഴിഞ്ഞ് ഞാൻ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഒരു 3:45 ഇറങ്ങിയതാണ്, ഇപ്പം 4:15 ഒരു 2-3 മണിക്കൂറിൽ നടക്കണം. ശനിയാഴ്ച ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സമയമുണ്ടതുകൊണ്ട് കുറേ നേരം നടക്കണം ആഗ്രഹമുണ്ട്. ഈ ബാക്കിൽ കാണുന്നത് ഒരു കുതിര ഫാമാണ് കേട്ടോ, പക്ഷെ ഇപ്പോൾ അവിടെ കുതിരയില്ല. ഇന്നിപ്പോൾ കുറച്ച് തണുപ്പുണ്ട്, വെയിലുണ്ടായിരുന്നു, പക്ഷെ വെയിൽ മാറി. സാധാരണ ഇവിടെ വെയിലുള്ള ദിവസങ്ങളിൽ വെയിലുള്ള സ്ഥലത്ത് നല്ല ചൂടുണ്ടായിരിക്കും, അല്ലാത്ത സ്ഥലത്ത് കുറച്ച് തണുപ്പായിരിക്കും. അപ്പോൾ ഇന്ന് കുഴപ്പമില്ല, പക്ഷേ ജാക്കറ്റ് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു തണുപ്പുണ്ട്. ഈ വഴി ഞങ്ങൾ ഒരു വട്ടം പോയിട്ടുള്ളതാണ്. ഈ വഴി ഇങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് പോയിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്താണെന്നുള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ സാധാരണ ഇത് പോകാൻ പാടില്ലാത്ത വഴിയാണെങ്കിൽ പ്രൈവറ്റ് എന്ന് എഴുതി വയ്ക്കും, ഇത് അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ വഴി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഇനി അങ്ങോട്ടും പോകാം, പക്ഷേ ആ റൂട്ട് പോയി കഴിഞ്ഞാൽ എവിടെ എത്തും എന്നുള്ളത് എനിക്കറിയില്ല. ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ട് കണ്ടോ, കുറച്ച് പേര് പട്ടികളെയൊക്കെ കൊണ്ട് വരുന്നുണ്ട്. ഇത് ഏതാ വഴിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഞാൻ പോയില്ല കേട്ടോ, കാരണം എന്ന് വെച്ചാൽ 2 ചേട്ടന്മാർ വരുന്നുണ്ട്. ചേട്ടന്മാരല്ല, 2 സായിപ്പന്മാർ. അവരുടെ ആണെങ്കിൽ വലിയ പട്ടിയാണ്. ആ പട്ടി ഒന്ന്, ഇവിടെ പട്ടികൾ സാധാരണ ഒന്നും ചെയ്യില്ല, കുരയ്ക്ക് പോലും ചെയ്യില്ല. എന്നാലും എനിക്ക് അത്രയും സൈസുള്ള പട്ടികളെ കാണുമ്പോൾ ചെറുതായിട്ട് പേടി വരും. പിന്നെ ആ വഴിയിൽ ആരും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് റിസ്ക് എടുക്കണ്ട, പോകുന്ന വഴി കൂടെ തന്നെ പോകാമെന്നുള്ളത്. എന്ത് ഭംഗിയല്ല എൻ്റെ ബാക്കിലൊക്കെ കാണാനായിട്ട്. കണ്ടുകൊടുത്ത സ്പ്രിങ്ങും സമ്മറൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു 2-3 മണിക്കൂർ മീ ടൈം എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.